കേരളത്തിൻ്റെ സ്വന്തം ഗർഭരാഷ്ട്രീയം. സ്വാഗതം, വണക്കം. ഇന്നലെ ലഭ്യമായ ഇലക്ഷൻ റിസൾട്ട് എന്നെ നന്നെ സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. ഒരു പാർട്ടി ജയിക്കുന്നതിലോ ഒരു പാർട്ടി തോക്കുന്നതിലോ എനിക്ക് പ്രത്യേകമായ താല്പര്യക്കുറവോ ഇല്ല. എന്നാൽ ചില പ്രവണതകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അവ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അത് മനുഷ്യരാശിയുടെ സ്വഭാവം, മാഹാത്മ്യം ഇവയെ സ്പർശിക്കുന്നതാകയാൽ അതിൽ ഞാൻ ശ്രദ്ധ ചെലുത്തുകയും അതിൻ്റെ അർത്ഥങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇന്നലെ സംഭവിച്ച ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന സംഭവ വികാസത്തെ ഒരു പ്രത്യേകമായ കാഴ്ചപ്പാടിൽ കൂടെ നിങ്ങളുമായി ഒത്തുചേർന്ന് അല്പസമയം ചിന്തിക്കുക എന്നത് മാത്രമാണ് ഈ ഹ്രസ്വമായ വീഡിയോയുടെ ഏക ലക്ഷ്യം. ഒരു യുവാവിൻ്റെ ബലഹീനതയെ രാഷ്ട്രീയ ആയുധമാക്കി അവനെ പൊതുരംഗത്ത് വേട്ടയാടി അതുകൊണ്ട് എതിരാളിയായ പാർട്ടിയെ താറടിച്ച് ആ ഒരു കെയർ ഓഫിൽ ഒരു സംസ്ഥാനത്തിൽ തങ്ങളുടെ നിയന്ത്രണം നിലനിർത്താം എന്ന് ചിന്തിക്കുന്നത് നമുക്ക് വിഭാവന ചെയ്യാവുന്നതിൽ ഏറ്റവും അധമമായ ഒരു ചിന്താ രീതിയാണ്. ഇത് ഇടതുപക്ഷത്തെ ഇത്രമാത്രം ബാധിച്ചിരിക്കുന്നു എന്നത് എന്നെ വളരെയധികം ദുഃഖിപ്പിക്കുകയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ മുൻപ് 1-2 വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ കേരള രാഷ്ട്രീയം പലവിധമായ അധപ്പതനത്തിൻ്റെയും കീളിരംഗമായി തീർന്നിട്ട് ഏതാനും വർഷങ്ങളായി. സരിതയിൽ ആരംഭിച്ച് ഇപ്പോൾ അജ്ഞാതമായ അലസിപ്പോയ ഗർഭത്തിൽ ചെന്ന് എത്തി നിൽക്കുന്ന കേരളീയ രാഷ്ട്രീയം. ഭാരതത്തിൽ എവിടെയെങ്കിലും രാഷ്ട്രീയ സംസ്കാരം ഇത്രമാത്രം ധാർമ്മികമായി അധപ്പതിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അസന്നിഗ്ധമായി നമുക്ക് മറുപടി പറയാൻ കഴിയും, ഇല്ല. നാം തീരെ തരം താഴ്ന്നത് എന്ന് പറയുന്ന വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൽ പോലും കേരളത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന തികച്ചും തറ രാഷ്ട്രീയം അതുപോലെയില്ല. ഇത് കേരളീയർ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ്. അവർ മനസ്സിലാക്കി തുടങ്ങി എന്നതിൻ്റെ നല്ല പ്രത്യാശാജനകമായ സൂചനയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഇന്നലെ വെളിപ്പെട്ടു വന്ന റിസൾട്ടുകൾ എന്നത് മനസ്സിലാക്കിയിട്ടാണ് ഇതെന്നെ സന്തോഷിപ്പിക്കുന്നു എന്ന് ഞാൻ പറയാനിടയായത്. അപ്പോൾ ഇന്നലെ സംഭവിച്ചതും ഒരു ഗർഭഛിദ്രമാണ്. എന്തുകൊണ്ടോ കേരളത്തിലെ പല മുഖ്യധാര മാധ്യമങ്ങളും ഇപ്പോൾ ഗർഭചിത്രം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ദൃശ്യമാധ്യമങ്ങളാണ്, പ്രിന്റ് മാധ്യമങ്ങളല്ല. അത് പറഞ്ഞ് ധൃതിയിൽ ഒപ്പിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഗർഭചിത്രം എന്നാണ്. ഇതെങ്ങനെയാണ് ഗർഭം ചിത്രമാകുന്നത്? അത് രാഷ്ട്രീയത്തിൽ ഗർഭം കലർത്തിയാൽ ചിത്രമാകാൻ സാധ്യതയുണ്ട് എന്നത് ഞാൻ നിരാകരിക്കുന്നില്ല. എങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഭാഷയോട് അല്പം ഒരു നന്ദി കാണിക്കുന്നത്, ബഹുമാനം കാണിക്കുന്നത് അസ്ഥാനത്തല്ല എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുക മാത്രമേ ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ സംഭവിച്ചത് ഒരു രാഷ്ട്രീയ ഗർഭഛിദ്രം തന്നെയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൻ്റെ LDFൻ്റെ രാഷ്ട്രീയ ഗർഭഛിദ്രമാണ് ഇന്നലെ സംഭവിച്ചത്. അത് തുടർഭരണം എന്ന പ്രത്യാശയുടെ ഗർഭം എല്ലാവരുടെയും സമക്ഷം, എല്ലാവരുടെയും ശ്രദ്ധയിൽ അലസിപ്പോയ ഒരു സാഹചര്യമാണ്. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ കേരളത്തിലെ ജനം കൂടുതൽ വ്യക്തമായി തിരിച്ചറിയണം എന്ന ഒരപേക്ഷയായിരിക്കട്ടെ.
കാരണം രാഷ്ട്രീയത്തിൽ ഇപ്രകാരമുള്ള അജണ്ടകളും താല്പര്യങ്ങളും മാത്രമേ ഉള്ളുവെങ്കിൽ ഈ സംസ്ഥാനത്തിന് ഭാവിയുണ്ടാകുകയില്ല. ഇപ്പോൾ ഒരു ഇലക്ഷൻ ജയിക്കണമെങ്കിൽ എവിടെ നിന്നെങ്കിലും ലജ്ജയില്ലാത്ത ഒരു സ്ത്രീയെ ഇറക്കിയാൽ മതി. അത് ഇറക്കുന്ന രീതിയിൽ പലവിധമായ വ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കുമെങ്കിലും പെണ്ണ് കേസില്ലാതെ ഒരു രാഷ്ട്രീയം കേരളത്തിൽ സാധ്യമല്ല, ഇവിടെ വിജയിക്കാൻ സാധ്യമല്ല എന്ന ഒരു അവസ്ഥ വേര് പിടിക്കുന്നത് മലയാളിയുടെ ഏറ്റവും വലിയ അപമാനവും സ്വയനിന്ദയുമാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഞാൻ ധരിക്കുന്നത്. നമുക്കറിയാം, ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ച് ഉമ്മൻചാണ്ടിയെ പോലെ ജനപ്രിയനായ, ജനങ്ങളുടെ ക്ഷേമത്തിന് ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു നേതാവിനെ നമുക്ക് ഊഹിക്കാവുന്നതിലപ്പുറം വേദനിപ്പിക്കുകയും അദ്ദേഹത്തെ രാഷ്ട്രീയമായും മാനസികമായും തകർത്ത് കളയുകയും ചെയ്ത കിരാതന സ്വഭാവമുള്ള രാഷ്ട്രീയം കേരളത്തിൽ തലയെടുത്തിട്ട് നാളുകളേറെയായി. അതിന് തുടർച്ചയായി പിന്നെ ഒരു സ്വപ്ന സുരേഷ് വന്നു. അതിനുശേഷം പേരില്ലാത്ത, മുഖമില്ലാത്ത സരിതകളും സ്വപ്ന സുരേഷുകളും ഇപ്പോൾ വരിയായി നിൽക്കുന്നു. പഴയ കഥയ്ക്ക് കുറച്ചുകൂടെ മാറ്റം ഉണ്ടാകുവാൻ ഗർഭവും കൊണ്ടുവച്ചു. ഇത് ഒരു വല്ലാത്തൊരവസ്ഥയാണ്. ഇനിയും എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇതിൽ കൂടെയെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ തികച്ചും കൃത്യമായ മരണമാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനമില്ല, അത് യാതൊരു സംശയമില്ല. ഇടതുപക്ഷ പ്രസ്ഥാനമെന്ന് പറഞ്ഞ് നടക്കുന്നത് ഒരു വലതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ്. അതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരവിഹിത ബന്ധമുണ്ട് എന്ന കേരളത്തിലെ ജനം, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിലെ ജനം ഇപ്പോൾ കൂടുതൽ സംശയിച്ചു വരിക മാത്രമല്ല, അതിൽ വിശ്വസിക്കുവാനും തുടങ്ങിയിട്ടുള്ളത്. ഇടതുപക്ഷവും BJPയും തമ്മിൽ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഒരു അവിഹിത വേലി കഴിക്കുക എന്നത് കേരളത്തിലെ ജനത്തിന് ഇന്നും ദഹിക്കാത്ത ഒരു കാര്യമാണ്. അത് രാഹുൽ മാങ്കൂട്ടം ചില സ്ത്രീകളോട് വേഴ്ച നടത്തി എന്നതിനേക്കാൾ കേരളത്തിലെ ജനങ്ങൾക്ക് അസ്വീകാര്യമായൊരു കാര്യമാണ് ഇടതുപക്ഷവും BJPയും വർഗീയ പാർട്ടി എന്ന് എല്ലാവരും ഒന്നുപോലെ കരുതുന്ന BJP, വർഗീയതയുമായി ഞങ്ങൾക്ക് പുലബന്ധം പോലുമില്ല എന്നവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി, ഒരുപക്ഷെ പിണറായി വിജയൻ്റെ തൊലി സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രം ഇപ്രകാരമുള്ളൊരു അവിഹിത വേളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ തിരിച്ചടി ലഭിക്കുക എന്നത് ന്യായമാണ്. എൻ്റെ അനുഭവത്തിലും അഭിപ്രായത്തിലും ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭവിച്ചത് ഞെട്ടിപ്പിക്കുന്ന വർഗീയത, രാഷ്ട്രീയ ലാഭത്തെ മാത്രം കണക്കാക്കി മനുഷ്യത്വത്തെ പുച്ഛിക്കുന്ന വിധത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനം സ്വായത്തമാക്കി എന്നതാണ്. ഇന്ന് വാസ്തവത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും രാജീവ് ചന്ദ്രശേഖർ നയിക്കുന്ന BJPയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നതിനെപ്പറ്റി എനിക്ക് സംശയമാണ്. ഞാൻ ഇതിന് മുൻപൊരു വീഡിയോയിൽ എൻ്റെ അനുഭവം പറഞ്ഞതാണ്. ഞാൻ ഒരിക്കൽ എൻ്റെ വീട്ടിൽ നിന്ന് BJT ഹാൾ, അതായത് മഹാത്മാ അയ്യങ്കാളി ഹാളിലേക്ക് ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോവുകയാണ്. ആ മീറ്റിംഗ് തിരുവനന്തപുരം ആസ്ഥാനമായി ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ സൗത്ത് കേരള ഡയസിസിൻ്റെ ബിഷപ്പായിരുന്ന ധർമ്മരാജ് എന്ന് പറയുന്ന അധർമ്മരാജ് വീരൻ, അയാളുടെ ചേഷ്ടകൾക്ക് എതിരായി സഹികെട്ട ജനം വിളിച്ചുകൂട്ടിയ ഒരു പ്രതിഷേധ മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് പ്രസംഗിക്കാനായി ഞാൻ പോവുകയാണ്. ഞാൻ സഞ്ചരിച്ച് ഏതാണ്ട് പാളയത്തോടടുത്തപ്പോൾ പോലീസുകാർ എന്നെ തടഞ്ഞു. പറഞ്ഞു മുമ്പോട്ട് പോകാനൊക്കത്തില്ല. ഞാൻ ചോദിച്ചു എന്താണ് മുമ്പോട്ട് പോകാനൊക്കെ? പറഞ്ഞത് ബിഷപ്പിൻ്റെ
ആളുകൾ 300 പേര് വടിവാളും കൊണ്ട് അവിടെ നിൽപ്പുണ്ട്. അതിലെ പോയാൽ തങ്ങളെ കൊന്നുകളയും, പിന്നെ ഞങ്ങൾ ഉത്തരവാദിത്തം പറയണം. ഞാൻ പറഞ്ഞു, ഈ നിരത്തിൽ കൂടെ സഞ്ചരിക്കാൻ എനിക്ക് അവകാശമില്ലാതെ ബിഷപ്പിൻ്റെ ഗുണ്ടാകളെ സംരക്ഷിക്കുകയാണ് നിങ്ങളുടെ ജോലി. അതേപോലെ ഞങ്ങളെ കൊണ്ടത് ഒക്കത്തില്ല, ഇതിലെ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞാൻ പിന്നെ വേറെ വഴി കയറി ചോളഞ്ഞ് ചുറ്റിയാണ് സ്ഥലത്ത് ചെന്നത്. അപ്പോൾ ഞാൻ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കിയൊരു കാര്യം, കുറേ വോട്ടുകൾ കിട്ടുമെന്നത് കൊണ്ട്, കുറച്ച് പണം കിട്ടുമെന്നത് കൊണ്ട് കാട്ടുകള്ളനായ ഒരു ബിഷപ്പിന് സർവ്വ ലൈസൻസും കൊടുത്ത് ഏതു വഷളത്വവും കാണിക്കാൻ പിണറായി വിജയൻ്റെ സർക്കാർ കൂട്ടുനിന്നു എന്നത് തന്നെയാണ്. അപ്പം അധികാരമോഹം കൊണ്ട് ഏത് അധർമ്മവും പ്രവർത്തിക്കുകയും ഏത് ബിഷപ്പിൻ്റെ തിണ്ണ നിരങ്ങുകയും ഏത് ബിഷപ്പിനും അധാർമികമായി പ്രവർത്തിച്ചാൽ അവരെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം എന്ന ചുമതല ഏറ്റെടുക്കുകയും ചെയ്ത് കേരള രാഷ്ട്രീയത്തെ വർഗീയത കൊണ്ട് വിഷലിപ്തമാക്കുന്ന ഒരു സംവിധാനമാണ്, ഒരു അവസ്ഥയാണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ മണ്ണിൽ സൃഷ്ടിച്ചു വെച്ചത് എന്നത് വളരെ വേദനയോടെയാണ് ഞാൻ പറയുന്നത്. കേരള രാഷ്ട്രീയത്തെ ഇവിടുത്തെ ബിഷപ്പന്മാരും പിണറായി വിജയനും, പിന്നെ പിണറായി വിജയൻ മാത്രമല്ല മറ്റ് പാർട്ടികളും കൂടെ ചേർന്ന് വർഗീയവൽക്കരിക്കുകയാണ്. ഇത് ജനാധിപത്യ രീതിയിൽ വിശ്വസിക്കുന്ന ഏവരെയും ഞെട്ടിപ്പിക്കേണ്ട യാഥാർത്ഥ്യമാണ്. കാരണം രാഷ്ട്രീയത്തിൽ വർഗീയത നാം കുത്തിച്ചെലുത്തിയാൽ അത് ജനാധിപത്യത്തെ സ്വച്ഛാധിപത്യത്തിലേക്ക് വഴി നടത്താൻ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്ന് അല്പം ചരിത്രബോധമുള്ളവർ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇന്ന് ഭാരതത്തിൽ നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം അഭിമുഖീകരിക്കുന്ന ഏറ്റവും ഭീകരമായ പ്രശ്നം രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിക്കുന്നു എന്നത് തന്നെയാണ്. ഇവിടെ ജനാധിപത്യ പ്രക്രിയയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഭീകരമായ ഇടിവ്, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഒരുപക്ഷെ ഏക കാരണം, വർഗീയത രാഷ്ട്രീയത്തിൽ കടത്തി അതുകൊണ്ട് ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് ജനങ്ങളെ നിയന്ത്രിക്കുന്നു, അടിമകളാക്കുന്നു എന്ന് തന്നെയാണ്. ആ ഒരു യാഥാർത്ഥ്യത്തിനെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്യുവാൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് കെൽപ്പ് അല്ലെങ്കിൽ ചുമതലബോധം ഉണ്ടാകണമെന്ന് ജനങ്ങൾ പ്രത്യാശിക്കുവാൻ വഴിയുണ്ടായിരുന്ന ഒരേ ഒരു പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടി ആയിരുന്നു. എന്നാൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയത്തെ വർഗീയവൽക്കരിക്കുന്നതിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ എല്ലാവരേക്കാളും മുമ്പിലാണ് എന്നത് വളരെ ദുഃഖത്തോടും നിരാശയോടും കൂടെയാണ് ഞാൻ ഒന്ന് പരാമർശിക്കുന്നത്. ഇതെന്നെ പോലെ ഒരുപക്ഷെ എന്നേക്കാൾ അധികം കേരളത്തിലെ ജനം തിരിച്ചറിയുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അതാണ് ഈ ഇലക്ഷൻ റിസൾട്ടിൽ കൂടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടവർ. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, വളരെ സാമർഥ്യത്തോടുകൂടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബലഹീനതകൾ പൊതുരംഗത്ത് ഇലക്ഷനുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിച്ച് അതുകൊണ്ടൊരു തിരഞ്ഞെടുപ്പ് കൊയ്ത്ത് നടത്താം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയോ ഒരു പാർട്ടിയോ, ധാർമ്മിക ബോധം അല്പം പോലും ഇല്ലാത്ത വ്യക്തിയും പാർട്ടിയുമാണ് എന്നത് പകൽ പോലെ സ്പഷ്ടമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം ഇവിടെ തിരിച്ചറിയേണ്ട ഒരു പ്രത്യേക യാഥാർത്ഥ്യം, ഒരു വ്യക്തിയുടെ ധാർമ്മികവും ലൈംഗികവുമായ ബലഹീനത, രാഹുൽ മാങ്കൂട്ടത്തിന് അങ്ങനെ ബലഹീനതയുണ്ട് എന്ന് വസ്തുതാപരമായി ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതിനെ ഒരു സമൂഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? ഒരു വ്യക്തിയുടെ ബലഹീനത എൻ്റെ രാഷ്ട്രീയ ലാഭമാക്കി ഉപയോഗിക്കുക മാത്രമാണ് എൻ്റെ കടമ എന്ന് വിചാരിക്കുന്നവൻ, ആ ബലഹീനതയിൽ യുവാവായ മാങ്കൂട്ടം കാണിച്ചു കൂട്ടിയ വിക്രാന്തിയേക്കാൾ 1000 മടങ്ങ് അപലപനീയമാണ്. ഒരുത്തൻ്റെ പെര കത്തുമ്പോൾ അവൻ്റെ വാഴ വെട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു കാഴ്ചപ്പാടിനേക്കാൾ എത്രയോ അധികം ഹീനമാണ് ഒരു യുവാവിൻ്റെ ബലഹീനത.
ഇങ്ങനെ സംസ്ഥാനത്ത് മുഴുവനും കൊട്ടിഘോഷിച്ച് അത് ഇലക്ഷനോട് ബന്ധപ്പെടുത്തി അവൻ്റെ ബലഹീനതയാണ് ഞങ്ങളുടെ ബലം, അവൻ്റെ മാനഹാനിയാണ് ഞങ്ങളുടെ നേട്ടം, ആ ഒറ്റ ഒരുത്തൻ്റെ തകർച്ച കൊണ്ട് ഞങ്ങളുടെ കൊട്ടാരം ഞങ്ങൾ പണിയും എന്ന് വിചാരിക്കുന്ന ഒരു നേതാവോ ഒരു പാർട്ടിയോ ഈ കേരളത്തിൻ്റെ മണ്ണിൽ രണ്ട് കാലിൽ കുത്തി നിൽക്കാൻ അർഹതയുള്ളതല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇത് പറയുമ്പോൾ എൻ്റെ യുവകാല കഴിഞ്ഞകാല സ്മരണകളിലേക്ക് അല്പം ഞാൻ മടങ്ങിപ്പോവുകയാണ്. ഒരു കാലത്ത് ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയിലും അതിൻ്റെ രാഷ്ട്രീയ മീമാംസയിലും ദർശനത്തിലും വളരെ ആവേശത്തോടുകൂടി വിശ്വസിച്ചൊരു വ്യക്തിയാണ് ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ് എന്ന് അഭിമാനത്തോടും ആവേശത്തോടും കൂടെ പറഞ്ഞു നടന്ന വ്യക്തിയാണ് ഞാൻ മൂർ കോളേജിൽ സ്റ്റുഡൻറ് യൂണിയൻ ലീഡർ ആകുന്നത് മാർക്സിസ്റ്റ് അനുഭാവിയായിട്ട് തന്നെയാണ്. എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. പക്ഷെ ഇന്ന് ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുമായി അങ്ങ് ദൂരെ മാറിയെന്ന് സഹകരിക്കുന്നത് തന്നെ ലജ്ജാകരമാണ് എന്ന അവസ്ഥ വരുത്തി തീർത്തത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ മാത്രമല്ലായിരിക്കാം, പക്ഷെ അതിൽ മുഖ്യ പങ്ക് വഹിച്ചത്, ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. സഖാവ് പിണറായി വിജയനിൽ അല്പമെങ്കിലും ആത്മാഭിമാനം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് രാജിവെച്ച് സ്ഥാനമൊഴിയുകയും കഴിവുള്ളവരാരെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയിലോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലോ ഉണ്ടെങ്കിൽ അവർ നേതൃത്വ സ്ഥാനത്തേക്ക് വന്ന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നഷ്ടപ്പെട്ടു പോയ മീമാംസപരമായ അല്ലെങ്കിൽ ഐഡിയോളജിക്കലായിട്ടുള്ള അടിത്തറ വീണ്ടെടുക്കുവാനുള്ള ത്വരിതഗതിയിലുള്ള യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള ശ്രമം നടത്തേണ്ട കാലം ഇതാ വൈകിയിരിക്കുന്നു. അതിനൊട്ടും വിളംബം വരാതിരിക്കട്ടെ. കാരണം കേരളത്തിൽ നിന്നും ഭാരതത്തിൽ നിന്നും തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനം തുടച്ചു നീക്കപ്പെടരുത് എന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ അവതരിപ്പിക്കുന്ന ആശയങ്ങൾ എൻ്റെ ദുഃഖം കൊണ്ട് അവതരിപ്പിക്കുന്നതാണ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രസക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു രാഷ്ട്രം വർഗീയതയുടെ സർവോന്മുഖമായ നാശത്തിൻ്റെ വക്കിൽ വന്ന് നിൽക്കുമ്പോൾ അതിന് തടയിടാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രമാണ്. പക്ഷേ ആ ഇടതുപക്ഷ പ്രസ്ഥാനം വർഗീയവൽക്കരിക്കപ്പെട്ട് ഒരു വർഗീയ പാർട്ടിയോടുള്ള അവിഹിത ബന്ധത്തിൽ മാത്രം ആശ്രയിച്ച് അതിന് തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏതോ കഴിഞ്ഞകാല സംഭവങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കേണ്ടതിന് പാമലീവ് സംരക്ഷണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ പ്രസ്ഥാനത്തെ കൊണ്ട് വർഗീയ പാർട്ടിയുടെ കാൽക്കീഴെ അടിയറ വെക്കുന്ന ഒരവസ്ഥ കേരളത്തിന് നല്ലതല്ല, മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ലതല്ല, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നല്ലതല്ല എന്ന വ്യക്തമായ ഒരു ദൂതാണ്, ഒരു താക്കീതാണ് കേരള ജനം ഈ തിരഞ്ഞെടുപ്പിൽ കൂടെ നൽകിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകമെങ്കിലും ശ്രീ പിണറായി വിജയൻ ഉണ്ടാകണം എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. തോൽവി അതിൽ തന്നെ ലജ്ജാകരമല്ല. ലജ്ജാകരമാകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അനുഭവത്തിൽ നിന്ന് അതിൻ്റെ പാഠങ്ങൾ പഠിക്കാതെ കഴിഞ്ഞ കാലങ്ങളിലെ മണ്ടത്തരം അതുപോലെ ആവർത്തിച്ചുകൊണ്ട് വ്യക്തികളെയും പാർട്ടികളെയും കൂടുതൽ തകർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമീപനമാണ് ഏറ്റവും അപലപനീയമായത്. അത് സംഭവിക്കാതിരിക്കട്ടെ. ഈ ശ്രദ്ധേയമായ അനുഭവം വിളിച്ചറിയിക്കുന്ന സത്യം മനസ്സിലാക്കുകയും തിരുത്തൽ സ്വീകരിച്ച് പുതിയ ആവേശമാർജിച്ച് ഭാവി ഭാസുരമാകത്തക്കവണ്ണം മുൻപോട്ട് പോകുവാനുള്ള ബുദ്ധി കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും മാർക്സിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ചും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ കൂപ്പുകൈ.